തിരുവനന്തപുരം അകത്തുമുറിയിൽ വന്ദേ ഭാരത് ഓട്ടോയിലിടിച്ച വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മദ്യപിച്ച ഡ്രൈവർ ഓട്ടോ ട്രാക്കിൽ കയറ്റിയെന്നാണ് വിവരം. MG പ്രദേശാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീക്ഷ, സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? അതിൽ അല്പസമയത്തിനകം വന്ദേ ഭാരതിന്റെ യാത്ര പുനരാരംഭിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ട്രാക്കിൽ നിന്ന് ഈ അപകടമുണ്ടായ ഓട്ടോ നീക്കം ചെയ്താൽ ഉടൻ തന്നെ യാത്ര പുനരാരംഭിക്കും. ഈ അകത്തുമുറിയിലാണ് ഈ അല്പസമയം മുമ്പ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്താണ് ഈ ഓട്ടോ വന്ദേ ഭാരത് ട്രെയിനിൽ ഇടിച്ചത്. ഈ സമീപത്ത് ഈ ട്രാക്കിന്റെ ഉൾപ്പെടെ പണി നടക്കുന്നുണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇതിന്റെ ഭാഗമായി വലിയ ലോറികൾക്ക് പോകാനായി ഈ പ്ലാറ്റ്ഫോമിന് സമീപത്തൂടെ റോഡ് ഒരുക്കിയിരുന്നു. ആ റോഡിലൂടെ പോയ ഓട്ടോയാണ് ഈ ട്രാക്കിലേക്ക് മറിഞ്ഞത്. ആ സമയമാണ് വന്ദേ ഭാരത് ആ വഴി കടന്നു പോവുകയും ഓട്ടോയിലേക്ക് ഇടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഓട്ടോ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കുകളൊന്നും തന്നെ ഇല്ല. വളരെ അത്ഭുതകരമായാണ് ഈ അപകടത്തിൽ നിന്ന് ഓട്ടോ ഡ്രൈവറും രക്ഷപ്പെട്ടിട്ടുള്ളത്. അപകടമുണ്ടായതിനെ തുടർന്ന് പ്രാഥമിക പരിശോധനയുടെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ട്രെയിൻ ആ സംഭവം നടന്ന സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്കാണ് ഈ ട്രെയിൻ പോയിരുന്നത്. അല്പസമയത്തിനകം തന്നെ യാത്ര പുനരാരംഭിക്കാൻ കഴിയും. വർക്കല പോലീസ് ഉൾപ്പെടെയുള്ളവർ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. റെയിൽവേയും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. MG പ്രദേശാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരം അകത്തുമുറി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിന്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഓട്ടോ വലിയ രീതിയിലുള്ള പരിക്ക് ഓട്ടോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷ, ഈ ചിത്രം കാണുമ്പോൾ ഡ്രൈവർ കാര്യമായ പരിക്കുകളില്ല എന്ന് പറഞ്ഞ് ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്തതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി കൃത്യമായി പറയുമ്പോൾ റെയിൽവേ അധികൃതർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിശദീകരണം, എങ്ങനെ അപകടമുണ്ടായി എന്ന കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അതിൽ ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ്. കാരണം ആ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മുന്നിൽ ട്രാക്കിലാണ് ഈ ഓട്ടോ കിടക്കുന്നത്. ഓട്ടോ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രൈവർ അത്ഭുതകരമായി തന്നെ ഈ അപകടത്തിൽ പ്രതീക്ഷ തുടരുക. ഇപ്പോൾ ആ വന്ദേ ഭാരത് ട്രെയിനിലെ യാത്രക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ജ്യോതി പ്രകാശ്. എങ്ങനെയായിരുന്നു അപകടം? ഇപ്പോൾ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്? എന്തെങ്കിലും വിവരം താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? ട്രെയിനിന്റെ ഓഫീഷ്യൽസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഓട്ടോ തട്ടിയെന്നല്ലാതെ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് മറ്റു വിവരങ്ങളൊന്നുമില്ല. ഞങ്ങൾ ട്രെയിനിൽ കോച്ചിന്റെ അകത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പം അത്രയും വിവരം ഞങ്ങൾക്കുള്ളൂ. ഇപ്പം ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. ഓട്ടോറിക്ഷ എടുത്ത് മാറ്റിയെന്ന് നേരത്തെ അറിഞ്ഞു, 15 മിനിറ്റ് മുമ്പേ. ഇപ്പോൾ ട്രെയിന് യാത്ര തുടങ്ങിയല്ലേ? അപ്പോൾ എത്ര സമയം ട്രെയിൻ ഇതുപോലെ അവിടെ പിടിച്ചു നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? അരമണിക്കൂറിലധികം ഏതാണ്ട് കാണും. ശരി. ഈ ഓട്ടോ ഡ്രൈവറെ അവിടുന്ന് മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പുറത്തിറങ്ങി കാര്യങ്ങൾ കാണാൻ പറ്റിയിരുന്നോ? എന്താണ് അവിടുത്തെ ആ സമയത്ത് സംഭവിച്ചത് എന്ന് മറ്റെന്തെങ്കിലും റെയിൽവേ നൽകുന്നല്ലാത്ത എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ ഉണ്ടോ? ഇല്ല, വന്ദേ ഭാരതിന്റെ ഡോർ ക്ലോസ്ഡ് ആണല്ലോ, അത് അങ്ങനെ ഓപ്പൺ അല്ലല്ലോ. അതുകൊണ്ട് യാത്രക്കാർക്ക് ഇറങ്ങിയിട്ട് എന്താ കാര്യം എന്ന് കാണാനുള്ള സൗകര്യം ഇല്ല. ശരി. എന്തായാലും വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ഓട്ടോ അവിടെ നിന്ന് ട്രാക്കിൽ നിന്ന് മാറ്റിയ ശേഷം വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളം ഭാഗത്തേക്ക് യാത്ര തുടർന്നിട്ടുണ്ട്. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, അപകടം എങ്ങനെ ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓട്ടോ അങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഓട്ടോ ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിൽ കൃത്യത വ്യക്തമായൊരു കാര്യം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അതിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തേണ്ടി വരും. അത് പോലീസിന്റെയും റെയിൽവേ പോലീസിന്റെയും ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പരിശോധന ഉണ്ടാകും. ഈ അപകടമുണ്ടായ സ്ഥലത്ത് അങ്ങനെ വലിയ ആൾതാമസമൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ മനഃപൂർവ്വമല്ല, അത്തരത്തിലൊരു അപകടം ഉണ്ടായതാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നു. ഈ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് കൂടി ഈ ഓട്ടോ ഓടിച്ചു പോകുന്ന വഴി നിയന്ത്രണം തെറ്റി ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ അപകടം നടന്ന സ്ഥലത്ത് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഈ ചെറിയ ഇടറോഡ് തയ്യാറാക്കിയിട്ടുണ്ട്. വലിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ലോറികളൊക്കെ തന്നെ പോകാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു റോഡ് ഈ സമീപത്തായി സമാന്തരമായി നിർമ്മിച്ചിട്ടുള്ളത്.
വഴി ഈ ഓട്ടോ പോകുമ്പോഴാണ് നിയന്ത്രണം തെറ്റി തൊട്ട് ചേർന്നുള്ള ട്രാക്കിലേക്ക് മറിഞ്ഞത്. ആ സമയമാണ് വന്ദേ ഭാരത് ആ വഴി കടന്നു പോവുകയും ആ ഓട്ടോയിലേക്ക് ഇടിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തൊന്നും തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ പുറപ്പെട്ടാൽ പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് കൊല്ലമാണ്. അപ്പോൾ അത്രയും വേഗതയിൽ പോകുന്ന ട്രെയിനാണ്. പക്ഷേ ഏറ്റവും ഈ അത്ഭുതകരമായി തന്നെ ഈ അപകടത്തിൽ നിന്ന് ഡ്രൈവർ രക്ഷപ്പെട്ടു എന്നതാണ് നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ ഡ്രൈവർക്ക് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഡ്രൈവറിൽ നിന്നടക്കം വിശദമായ മൊഴി ഇനി പോലീസും റെയിൽവേ പോലീസും രേഖപ്പെടുത്തും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ കൂടി വിശദമായ അന്വേഷണം ഉണ്ടാകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ആ യാത്രക്കാരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുമ്പ് ഈ സംഭവ സ്ഥലത്ത് നിന്നും വന്ദേ ഭാരതിന്റെ യാത്ര പുനരാരംഭിച്ചിട്ടുമുണ്ട്. ശരി, തിരുവനന്തപുരം അകത്തുമുറി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. അബദ്ധത്തിലാണ് ഇങ്ങനെ ഓട്ടോ ട്രാക്കിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. എന്തായാലും വന്ദേ ഭാരതിന്റെ യാത്ര ഏതാണ്ട് അരമണിക്കൂറോളം ട്രെയിൻ അവിടെ പിടിച്ചിട്ടിരുന്നു. അതിനുശേഷം യാത്ര തുടർന്നിട്ടുണ്ട്. MG പ്രതീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.